വീട്ടിലെ അംഗസംഖ്യ വളരെ കുറവാണെങ്കിലും ഫോൺ പെട്ടികൾക്ക് എന്നും ഒരു ക്ഷാമം ഉണ്ടാവാറില്ല. കാരണം എന്താ? ഏറ്റവും ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഫോൺ മുതലുള്ള എല്ലാ പെട്ടികളും സൂക്ഷിച്ചെടുത്ത് വെക്കാറുണ്ട്. ഫോണിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായെങ്കിലും അതിന്റെ സ്വത്ത് വിവരങ്ങൾ അടങ്ങുന്ന പേപ്പറൊക്കെ അതിനകത്ത് ഭദ്രമായിട്ട് ഇപ്പോഴും ഉണ്ട്. ആ സ്വത്ത് വിവരങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം പെട്ടി ഇതുപോലെ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. ഞാൻ പുതിയൊരു തെർമക്കോൾ കട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് അച്ചാലും കുച്ചാലും 3 വരാം സംഭവം ഈസി ആയിട്ട് കട്ട് ചെയ്ത് കിട്ടും. അപ്പൊ ആ ഒരു പെട്ടി നമുക്ക് ഇതേപോലെ രണ്ടായിട്ട് കിട്ടും. ആ രണ്ട് സാധനം ഇതേപോലെ വെക്കാനുള്ളതാണ്. എന്നിട്ട് നമ്മുടെ ഔട്ടർ ബോക്സിന്റെ മുകളിലെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു എക്സ്ട്രാ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ നമ്മുടെ ചെറിയ സാധനത്തിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. കഴിഞ്ഞ ദിവസം ഈ ഒരു വാൾപേപ്പർ വാങ്ങിച്ചല്ലോ, ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അടങ്ങാത്ത ആഗ്രഹത്തോടെ ഇരുന്നാണ്. എന്നാൽ പിന്നെ ഇത് വെച്ച് തന്നെ കവർ ചെയ്യാന്ന് വിചാരിച്ചു. ബട്ട് ദ വാൾപേപ്പർ വാസ് എ ലിറ്റിൽ ബിറ്റ് ട്രാൻസ്ലൂസെന്റ്. കവർ ചെയ്ത് വന്നപ്പോൾ നൈസായിട്ട് അതിന്റെ ഉള്ളിലുള്ള സാധനമൊക്കെ പുറത്തോട്ട് കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് കവർ ചെയ്തല്ലേ പോട്ടെ എന്ന് വിചാരിച്ചു. എന്റെ കയ്യിൽ മിഫിയുടെ ഈ ഒരു എക്സ്ട്രാ സാധനം കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ഓർഗനൈസർ അങ്ങോട്ട് സെറ്റ് ആയില്ലേ. അപ്പൊ വേഗം പോയി അലമാര തുറക്കുക, പഴയ ഏതെങ്കിലും ഫോണിന്റെ പെട്ടി എടുക്കുക. അമ്മയുടെ അടുത്തൊരു പെർമിഷനും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അടി വാങ്ങണ്ട. എന്നിട്ട് ഇത് ഉണ്ടാക്കി നോക്കിക്കോ. സംഭവം നൈസാണ്. ലൈക്ക് മറക്കണ്ട.